എല്ലാവർക്കും നമസ്കാരം. ഗുരു മുനിനാരായണ പ്രസാദ് നയിക്കുന്ന ദർശനമാല ക്ലാസ്സുകൾ ആരംഭിച്ച വിവരം ഏവരും അറിഞ്ഞിരിക്കുമല്ലോ. എല്ലാ മാസവും 2-ാം ഞായറാഴ്ചയാണ് അത് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ പഠന പരമ്പരയുടെ ആദ്യത്തെ ക്ലാസ് 2024 ജൂലൈ മാസം 2-ാം ഞായറാഴ്ച നടക്കുകയുണ്ടായി. ഗുരു നടത്തുന്ന ക്ലാസ്സിനോടൊപ്പം ദർശനമാലയിലെ സ്ട്രക്ചറലിസത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാനൊരു ക്ലാസ് നടത്തണം എന്ന് ഗുരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ആ നിർദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഗുരു നടത്തുന്ന ഓരോ ദർശനമാല ക്ലാസ്സും കേട്ടതിനു ശേഷം അതുമായി ബന്ധപ്പെട്ട സ്ട്രക്ചറലിസ്റ്റിക് ആയ അംശങ്ങളെ ചേർത്തുകൊണ്ട് ഇതുപോലെ ഓരോ വീഡിയോ ക്ലാസ്സുകൾ തയ്യാറാക്കാം എന്ന് കരുതുകയാണ്. ദർശനമാലയുടെ ഒരു മുഖവുര എന്ന നിലയിലാണ് ഗുരു കഴിഞ്ഞ ക്ലാസ് നടത്തിയത്. എങ്കിലും പ്രധാനമായും അതിൽ പ്രതിപാദിച്ചത് ബ്രഹ്മവിദ്യാ പഞ്ചകത്തെ പറ്റിയാണ്. അങ്ങനെ സംഭവിച്ചത് ആകസ്മികത കൊണ്ടല്ല, മറിച്ച് അത്യാവശ്യത കൊണ്ടാണ്. കാരണം ദർശനമാല ഒരു ബ്രഹ്മവിദ്യാ ശാസ്ത്രമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും ബ്രഹ്മവിദ്യയിലേക്ക് ഉള്ള അധികാരം എന്ത്, അതിനുള്ള മാർഗങ്ങൾ എന്ത്, അത് അഭ്യസിക്കാൻ എവിടെയാണ് എത്തേണ്ടത്, അവിടെ ചെന്നാൽ എങ്ങനെ പെരുമാറണം, അവിടെ എത്തിയാൽ നാം ഉന്നയിക്കേണ്ട ചോദ്യങ്ങൾ എന്തൊക്കെ, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് യാതൊരു സൂചനയും ദർശനമാലയിൽ നൽകുന്നില്ല. ദർശനമാല കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നിന്നാണ് അതിൻ്റെ ചിന്താ പദ്ധതി ആരംഭിക്കുന്നത്. അതായത് അധികാരിയായ ഒരു ശിഷ്യൻ ഉന്നയിക്കുന്ന മൗലികമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ദർശനമാല ആരംഭിക്കുന്നത്. വെറും ഒരു തുടക്കക്കാരന് അതിലേക്ക് പ്രവേശിക്കാനുള്ള ഏണിപ്പടികളൊന്നും തന്നെ അതിൽ കാണുകയുമില്ല. ദർശനമാലയിൽ പ്രതിപാദിച്ചിട്ടുള്ള അതീവ തത്വപരമായ ബ്രഹ്മവിദ്യയിലേക്കുള്ള ഒരു പ്രവേശിക എന്ന നിലയിലാണ് ബ്രഹ്മവിദ്യാ പഞ്ചകത്തെ ഒരു മുഖവുര എന്ന നിലയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഗുരു കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയ വിഷയങ്ങളെ നമുക്ക് ഒന്ന് ഓർത്തെടുക്കുക മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ കൂടുതലായും ചെയ്യുന്നത്. സ്ട്രക്ചറലിസ്റ്റിക്കായ അംശങ്ങളെ നമ്മൾ ജനറലായി ഒന്ന് പരിശോധിക്കുകയും ചെയ്യും. ദർശനമാലയിലേക്ക് കടക്കുമ്പോൾ ഓരോ ശ്ലോകങ്ങളിലെയും സ്ട്രക്ചറലായ അംശങ്ങളെ നമുക്ക് വളരെ വിശദമായി പരിശോധിക്കാം. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ നമ്മൾ പ്രധാനമായും കാണുന്ന സ്ട്രക്ചറലിസ്റ്റിക് ആയിട്ടുള്ള അംശങ്ങളെ ഇന്നത്തെ ഈ ക്ലാസ്സിന് ശേഷം നമുക്ക് നോക്കാവുന്നതാണ്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഈ ഭൂമിയിൽ എന്നാണ്. അത് സൂചിപ്പിക്കുന്നത് ഈ ഭൂമിയിൽ കാലൂന്നി നിൽക്കുന്നവർക്കാണ് ബ്രഹ്മവിദ്യക്കുള്ള അധികാരമെന്നാണ്. 100,000 സിദ്ധാന്തങ്ങളുടെയും അതേ തുടർന്നുണ്ടാകുന്ന വൈകാരികമായ സ്വപ്നലോകങ്ങളുടെയും ഇടയിൽ പരിലസിക്കുന്നവർക്കുള്ളതല്ല ബ്രഹ്മവിദ്യ എന്നർത്ഥം. അതുപോലെ ഭൂമിയിൽ സർവ്വസാധാരണമായിരിക്കുന്ന വിവിധ തരം ആപേക്ഷിക ജ്ഞാനങ്ങളെക്കുറിച്ച് നല്ല ബോധവാനുമായ വിദ്വാനായിരിക്കണം അതിനുള്ള അധികാരി എന്നും പറയുന്നുണ്ട്. കൂടാതെ സർവ്വസാധാരണമായ ആപേക്ഷിക ജ്ഞാനങ്ങളെല്ലാം അനിത്യമാണ് എന്ന് മനസ്സിലാക്കുകയും നിത്യമായത് അഥവാ സത്യം എന്ത് എന്ന് കണ്ടെത്തുവാനുള്ള ഒരു ത്വര ഉള്ളിൽ ഉദിച്ച ആളുമായിരിക്കണം അധികാരി. എന്നാൽ ഈ വൈവിധ്യമാർന്ന ആപേക്ഷിക ജ്ഞാനങ്ങൾ അയാളിൽ ഉണ്ടായിരിക്കുമ്പോഴും അതെല്ലാം വെറും തുച്ഛമാണ് എന്നറിയുകയും വേണം. ആപേക്ഷികമായതിന് ഉപരിയായ നിരപേക്ഷമായ സത്യം എന്ത് എന്നറിയുവാനുള്ള ഇച്ഛയും അയാൾക്കുണ്ടായിരിക്കണം. സത്യാന്വേഷിയായി തീർന്നു കഴിഞ്ഞാലും പിന്നീട് വീണ്ടും വിഷയങ്ങളുടെ ലോകത്തേക്ക് പോകുന്നതിനുള്ള ഒരു ത്വര ഏവരിലും ഉണ്ടാകാനിടയുണ്ട്. അതിനെയും നിയന്ത്രിക്കുന്ന ഒരു മനോഭാവത്തെ അന്വേഷി വളർത്തിയെടുക്കണം. അതുപോലെ വിഷയ നിയന്ത്രണം എന്നത് കേവലം ഇന്ദ്രിയ വിഷയങ്ങളുടെ തലത്തിൽപ്പെടുന്നത് മാത്രമല്ല, മനസ്സിലുമുണ്ട് വിഷയങ്ങൾക്ക് സ്ഥാനം. അത്തരം വിഷയങ്ങളെയും നിയന്ത്രിക്കേണ്ടതുണ്ട്. എത്ര തന്നെ വിഷയവിരക്തി ഉണ്ടായിക്കഴിഞ്ഞാലും സാമൂഹികമായ നിർബന്ധങ്ങൾക്ക് വഴങ്ങി പരധർമ്മങ്ങളിൽ പൊട്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ വഴിതിരിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ഉറപ്പും അന്വേഷകനുണ്ടാക്കിയെടുക്കണം. മറ്റൊരു കാര്യമുള്ളത്, ഉൾവലിഞ്ഞ ഇത്തരം ജീവിതശൈലി പിന്തുടരുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളെയും ഒരു അന്വേഷി അതിജീവിക്കേണ്ടതുണ്ട്. ഇനിയുമുണ്ട് ചില വൈതരണികൾ. അതായത് മേൽപ്പറഞ്ഞ തരം കഴിവുകൾ, വൈരാഗ്യം ഉണ്ടാക്കിയെടുക്കുന്നത് അതീവ കഠിനമാണ് എന്നുള്ളതുകൊണ്ട് അത്തരം കഴിവുള്ളവർക്ക്
ഗുരുക്കന്മാർ പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കാതിരിക്കാനുള്ള ഒരു പ്രവണതയുണ്ട്. ഇത്തരം പ്രവണതകൾ മുന്നോട്ടുള്ള പഠനത്തിന് വിഘാതമാണ്. ഈ ഒരു നിഷിദ്ധ മനോഭാവത്തെ കൂടി മാറ്റിവെച്ചുകൊണ്ട് വേണം ബ്രഹ്മവിദ്യ പഠനത്തിനായി ഒരാൾ എത്തേണ്ടത്. അല്ലെങ്കിൽ അയാളുടെ കാതുകൾ ശ്രവണം എന്ന പ്രധാനപ്പെട്ട പ്രക്രിയയ്ക്ക് വേണ്ടി തുറന്നു കിട്ടില്ല. മേൽപ്പറഞ്ഞ ഇത്തരം നിയന്ത്രണങ്ങൾ സ്വയം ഉന്നമനത്തിനു വേണ്ടിയാണെന്നുള്ള ചിന്ത തലതിരിഞ്ഞു പോകാതിരിക്കുകയും വേണം. കാരണം ഈ പറഞ്ഞ നിയന്ത്രണങ്ങളെല്ലാം തന്നിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന തോന്നൽ ഒരാളിൽ വന്നുകൂടിയാൽ സന്തോഷക്കുറവുണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാകാവുന്ന അസന്തുഷ്ടത ഒരാളെ ബ്രഹ്മവിദ്യയിൽ നിന്നും അകറ്റിയേക്കാം. ഇത് ഒഴിവാക്കുന്നതിനായി ഏതിലും എന്തിലും സന്തോഷം കണ്ടെത്തുവാനുള്ള ഒരു മനസ്ഥിതി അന്വേഷകനുണ്ടാക്കിയെടുക്കണം. ഏതൊരു പരമമായ അധിഷ്ഠാനത്തെയാണോ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത്, ആ ഒന്നിൽ സ്ഥിരമായി മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി സന്തോഷവും സമാധാനവും തൃപ്തിയും കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇത്തരം കഠിനമായ വ്രതങ്ങളിലൂടെ നാം കടന്നു പോകുന്നത് പരമമായ സ്വാതന്ത്ര്യം അഥവാ മോക്ഷം എന്നത് ലഭിക്കുവാൻ വേണ്ടി ആണ് എന്നുള്ളത് മറന്നു പോകരുത്. മോക്ഷം അഥവാ സർവ ബന്ധനങ്ങളിൽ നിന്നുമുള്ള മുക്തി എന്നതായിരിക്കണം നമ്മുടെ പരമമായ ലക്ഷ്യം. ഇത്തരം ലക്ഷ്യം ഉണ്ടായിരിക്കുന്നവർക്ക് മാത്രമാണ് അവരവരുടെ ലക്ഷ്യത്തിന് അനുരൂപമായിരിക്കുന്ന തരത്തിലുള്ള ഒരു ഗുരുവിനെ കണ്ടെത്താൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ ഗുരുവുമായി പാരസ്പര്യത്തിൽ എത്തിച്ചേരേണ്ടതുണ്ട്. അങ്ങനെ ഗുരുവുമായി ശരിയായ പാരസ്പര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അന്വേഷകന് ഈ ലോകത്തെ സംബന്ധിച്ചും അയാളെ സംബന്ധിച്ചും അനേകം ചോദ്യങ്ങൾ മനസ്സിൽ ബാക്കിയുണ്ടാവുകയില്ല. ലോകസാധാരണമായ എല്ലാ ചോദ്യങ്ങളും അയാളിൽ അവസാനിച്ച് കഴിയുകയും ചെയ്യും. ഇത്തരത്തിൽ ഉത്തമനായ ഒരു ശിഷ്യനിൽ സ്വാഭാവികമായി ബാക്കി നിൽക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ഈ 2 ചോദ്യങ്ങളുമാണ് ബ്രഹ്മവിദ്യയിൽ പ്രസക്തമായി വരുന്നത്. ആ 2 ചോദ്യങ്ങളാണ് ഞാൻ ആര്, ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്നുള്ളത്. ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ മാത്രമാണ് ശിഷ്യനുള്ളത് എന്ന് ഗുരുവിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നീട് അങ്ങോട്ട് ശിഷ്യന് ബാക്കിയുണ്ടാവേണ്ടത് ശ്രവണം ചെയ്യുവാനുള്ള ഇച്ഛ അഥവാ ശുശ്രൂഷ എന്നത് മാത്രമാണ്. ഇത് ഭൗതികമായ ശുശ്രൂഷയാകാം, തത്വപരമായതുമാകാം. ഗുരുസേവ, ആശ്രമസേവ തുടങ്ങിയ ഭൗതികമായ ശുശ്രൂഷയിൽ പെടുന്നതാണ്. ഗുരുവാക്യങ്ങളെ ഇടതടവില്ലാതെ ശ്രവണം ചെയ്ത് മനന നിധിധ്യാസനങ്ങളിൽ ഏർപ്പെടുന്നതാണ് താത്വികമായ ശുശ്രൂഷ. ഇവ രണ്ടും ചേർന്നതാണ് ഉത്തമമായ ശുശ്രൂഷ എന്ന് പറയാം. ഇതൊക്കെയാണ് 1-ാമത്തെ ശ്ലോകത്തിലെ പ്രതിപാദ്യം. ഇക്കാര്യങ്ങളെല്ലാം ഗുരുകുലത്തിൽ സ്ഥിരമായി നാം പറഞ്ഞു വരുന്ന വിഷയങ്ങളാണ്. എങ്കിലും എന്തുകൊണ്ടാണ് ബ്രഹ്മവിദ്യയിൽ ഈ 2 ചോദ്യങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നത് എന്നുള്ളത് പലരും അന്വേഷിക്കുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ഇവിടെ അത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തിൽ ചോദിച്ച 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടാണ് 2-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. ആ ചോദ്യങ്ങൾ ഞാൻ ആര്, ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. അതിൽ ഞാൻ ആര് എന്നുള്ളതിൻ്റെ ഉത്തരം ഗുരു പറയുന്നത് നീ ബ്രഹ്മമാണ് എന്നാണ്. ഈ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നതിൻ്റെ ഉത്തരമായി പറയുന്നത് ഈ പ്രപഞ്ചം നിന്നിൽ നിന്ന് തന്നെ ഉണ്ടായി എന്നാണ്. ഇത് കേൾക്കുന്ന ശിഷ്യനിൽ തീർച്ചയായും ഉണ്ടാകാവുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് തുടർന്ന് പറയുന്ന സകലതും. അതായത് ശിഷ്യനോട് ഗുരു നീ ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ അതിനുള്ള ഉത്തരമായി ബ്രഹ്മം എന്ത് എന്ന് ചൂണ്ടിക്കാണിക്കാനായി അഥവാ താരതമ്യപ്പെടുത്തി ശിഷ്യന് കാണിച്ചു കൊടുക്കുവാനായി ഗുരു ഒന്നും തന്നെ മുന്നിൽ കാണുന്നില്ല. ശിഷ്യൻ അറിയുന്ന ഒന്നുമായി ബ്രഹ്മത്തെ താരതമ്യം ചെയ്യുവാനും ഗുരുവിന് സാധിക്കുന്നില്ല. അതിനാൽ അറിയുന്ന ഓരോന്നിനെയും ചൂണ്ടിക്കാണിച്ച് അതല്ല എന്ന് പറയുന്ന ഒരു രീതി അവലംബിക്കുന്നതായി കാണാം. ഈ ശ്ലോകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്താപദ്ധതിയെ കുറച്ചുകൂടി സാങ്കേതികമായ തരത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രഹ്മവിദ്യ പഞ്ചകത്തിൽ പല മഹാവാക്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിൻ്റെ പ്രസക്തി ഒന്നുകൂടി ചൂണ്ടിക്കാണിക്കാം. എല്ലാ ശാസ്ത്രങ്ങളിലുമുണ്ട് മഹാവാക്യങ്ങൾ അഥവാ സമവാക്യങ്ങൾ. മഹാവാക്യങ്ങൾ എന്ത് എന്ന് എളുപ്പം മനസ്സിലാക്കാനുള്ള വഴി ഗണിതശാസ്ത്രം, ഫിസിക്സ് എന്നിവയിലുള്ള സമവാക്യങ്ങളെ പരിചയപ്പെടുക എന്നതാണ്. അവയെല്ലാം പ്രപഞ്ചത്തിലെ ഓരോ നിയമങ്ങളെ അല്ലെങ്കിൽ രഹസ്യങ്ങളെ വ്യക്തമാക്കുന്നതാണ് എന്ന് നാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. വേദാന്തത്തിലുമുണ്ട് ഇത്തരം സമവാക്യങ്ങൾ അഥവാ മഹാവാക്യങ്ങൾ.
അവ ഏതെങ്കിലും ഒരു പ്രത്യേക നിയമത്തെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതല്ല, മറിച്ച് പ്രപഞ്ച സത്യത്തെ ആകവേ ഒരു സമവാക്യത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്ന തരത്തിലുള്ളതാണ്. അതിൽ പ്രധാനമായും വ്യക്തമാക്കുന്നത് യാഥാർത്ഥ്യത്തിൻ്റെ നിജസ്ഥിതി എന്ത്, ബോധത്തിൻ്റെ തലങ്ങൾ ഏതൊക്കെ, അതുപോലെ വ്യക്തിസത്തയും പ്രാപഞ്ചിക സത്തയും തമ്മിലുള്ള ബന്ധമെന്ത് എന്നിവയാണ്. എന്നിരുന്നാലും മഹാവാക്യങ്ങളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ത് എന്ന് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല. ഗണിതശാസ്ത്രത്തിലെയും ഭൗതികശാസ്ത്രത്തിലെയും സമവാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാത്തതുപോലെയാണിത്. ഉദാഹരണത്തിന് ഐൻസ്റ്റൈൻ്റെ ഫീൽഡ് ഇക്വേഷൻസ്, ഷ്രോഡിംഗർ ഇക്വേഷൻ, ഗോഡൽ തിയറം എന്നിവ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നമുക്കറിയാം. മാത്രമല്ല ആ ശാസ്ത്ര ശാഖയോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പോലും അത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ആ മേഖലയിൽ വളരെ വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമാണ് അവ തെളിഞ്ഞു കിട്ടുന്നത്. അതുപോലെ വേദാന്തം ഉപയോഗിക്കുന്ന മഹാവാക്യങ്ങളുടെ ആന്തരിക തലത്തിലേക്ക് സഞ്ചരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ നിരന്തരമായ ഇടപഴകലിലൂടെ അതിൻ്റെ അർത്ഥതലങ്ങളെ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ഗുരുവും ഉപയോഗിക്കുന്നുണ്ട് മഹാവാക്യങ്ങൾ. ഒരു മഹാവാക്യത്തിൻ്റെ സഹായത്തോടെ അത് നീയാകുന്നു അല്ലെങ്കിൽ സത്യം നീയാകുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നീ എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം തുടർന്ന് നീ എന്തല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിനെ തടസ്ഥ ലക്ഷണം എന്നാണ് പറയുന്നത്. അതായത് ബ്രഹ്മത്തിൽ ആരോപിക്കുന്ന വിശേഷണങ്ങളെ എല്ലാം ഒന്നൊന്നായി മാറ്റിവെച്ചുകൊണ്ട് സത്യനിശ്ചയത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയാണിത്. യാഥാർത്ഥ്യം എന്ന തരത്തിൽ അന്വേഷകൻ കണക്കാക്കുന്ന ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നിവയെല്ലാം ഒന്നൊന്നായി തള്ളിക്കളഞ്ഞ് അതിനെല്ലാം ആധാരമായിരിക്കുന്ന ഒന്നിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയാണിത്. അങ്ങനെ നമ്മൾ അറിയപ്പെടുന്ന സകലതിനെയും അസത്യം എന്ന തരത്തിൽ മാറ്റിവെക്കുമ്പോൾ ശിഷ്യൻ തീർച്ചയായും സംശയിക്കും, താൻ ഈ അറിയുന്ന മനസ്സും ബുദ്ധിയും ശരീരവുമെല്ലാം സത്യമല്ല എന്നുണ്ടെങ്കിൽ അത് എവിടെ നിന്നുണ്ടായി എന്ന്. അതിനുള്ള ഉത്തരമാണ് തുടർന്ന് പറയുന്നത്. ആത്മാവിൽ അവിദ്യയാൽ കൽപ്പിതമായതു മാത്രമാണ് നാം അറിയുന്ന സകലതും എന്നതാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെ കൽപ്പിതമായ സകലതും അസത്താണ് അഥവാ ജഡമാണ് എന്ന് പറയുമ്പോൾ അവിടെ പുതിയ ഒരു സാങ്കേതികത കൂടി കടന്നു വരുന്നു. അതാണ് അധ്യാസം. ഉള്ള ഒന്നിൽ ഇല്ലാത്ത ഒന്നിനെ ആരോപിച്ച് ഉള്ളതുപോലെ കാണുന്നതാണ് അധ്യാസം എന്ന പ്രഹേളിക. അപ്പോൾ സ്വന്തമായ ഉണ്മയില്ലാത്ത ഓരോന്നിനെ എടുത്തു മാറ്റിവെച്ച് പിന്നോട്ട് പോകുമ്പോൾ നാം ഉള്ള ഒന്നിലേക്ക് എത്തിച്ചേരുകയാണ്. ആ ഉള്ള ഒന്നാകട്ടെ മറ്റൊന്നിൽ നിന്നും ഉണ്ടായതുമല്ല. അങ്ങനെയാണെങ്കിൽ മാറ്റിവെക്കപ്പെട്ട ഓരോന്നിൻ്റെയും നിജസ്ഥിതി എന്താണ് എന്ന് ചോദിച്ചാൽ അതാണ് തുടർന്ന് പറയുന്നത്. അവയെല്ലാം കേവലം ദൃശ്യമായതു മാത്രമാണ്, അതുകൊണ്ട് ജഡമാണ് അല്ലെങ്കിൽ പ്രാതിഭാസികമാണ് എന്ന് പറയുന്നു. ഇവിടെ മൂന്നാമത് ഒരു സാങ്കേതിക പദം കൂടി കടന്നു വരുന്നു, പ്രാതിഭാസികത അല്ലെങ്കിൽ ഫിനോമിനാലിറ്റി. ദർശനമാലയിലെ ആദ്യ 3 അധ്യായങ്ങൾ ഈ പറഞ്ഞ 3 പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അധ്യാസത്തെ വിശകലനം ചെയ്യുന്ന അധ്യാരോപദർശനം, ഉള്ളതുപോലെ കാണപ്പെടുന്ന ഇല്ലാത്തതിനെ നിരാകരിക്കുന്ന അപവാദ ദർശനം, പ്രാതിഭാസികതയെ വ്യക്തമാക്കുന്ന അസത്യദർശനം. ഈ 3 അധ്യായങ്ങളും ബ്രഹ്മത്തിൻ്റെ സതാത്മകതയെ അഥവാ സത്ത് എന്ന ഭാവത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ഓണ്ടോളജി എന്നാണ് പറയുന്നത്. ഈ സതാത്മകതയെക്കുറിച്ച് കൂടുതൽ പറയുന്ന ശ്ലോകം തന്നെയാണ് ബ്രഹ്മവിദ്യ പഞ്ചലത്തിലെ തുടർന്നു വരുന്ന 3-ാം ശ്ലോകവും. ശേഷം വരുന്ന 4-ാം ശ്ലോകത്തിൽ ബ്രഹ്മത്തിൻ്റെ ചിതാത്മകമായ അഥവാ ചിത്ത് എന്ന ഭാവത്തെ ചൂണ്ടിക്കാണിക്കുന്ന അഥവാ എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള അംശമാണ്. ദർശനമാലയിലാകട്ടെ 4 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളാണ് ചിതാത്മകമായ വശത്തെ അഥവാ എപ്പിസ്റ്റമോളയെ ചൂണ്ടിക്കാണിക്കാനായി ഗുരു ഉപയോഗപ്പെടുത്തുന്നത്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ 5-ാം ശ്ലോകത്തിൽ ബ്രഹ്മത്തിൻ്റെ ആനന്ദാത്മകമായ വശത്തിനാണ് പ്രാധാന്യം. ദർശനമാലയിലേക്ക് വരുമ്പോൾ 8, 9, 10 ശ്ലോകങ്ങളിലാണ് ആനന്ദാത്മകമായ വശം അഥവാ ആക്സിയോളജി വിശദമാക്കുന്നത്. വിദ്യാപഞ്ചകത്തിൽ 4 ശ്ലോകങ്ങളിലായി വിശദീകരിച്ച വിഷയമാണ് ദർശനമാലയിലേക്ക് എത്തുമ്പോൾ 10 അധ്യായങ്ങളായി പിരിഞ്ഞു വരുന്നത്. മറ്റൊരു തരത്തിൽ നോക്കിയാൽ ദർശനമാല എന്നത് സച്ചിദാനന്ദം എന്ന ബ്രഹ്മത്തിൻ്റെ സ്വരൂപ ലക്ഷണത്തെ 10 വ്യത്യസ്ത മുഖങ്ങളിൽ നിന്നും കാണുന്നതാണ്. ബ്രഹ്മം എന്താണ് എന്ന് പറയുന്നതാണ് സ്വരൂപലക്ഷണം. ബ്രഹ്മം എന്തല്ല എന്ന് പറയുന്നതാണ് തടസ്ഥ ലക്ഷണം. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ 2-ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മം എന്തല്ല എന്ന് വ്യക്തമായി ഗുരു പറയുന്നുണ്ട്.
അങ്ങനെ തടസ്ഥവും സ്വരൂപവുമായ ലക്ഷണത്തിലൂടെ ബ്രഹ്മത്തിൻ്റെ ആനുഭൂതികമായ വശത്തിലേക്ക് അന്വേഷണം എത്തിക്കുകയാണ് നാരായണ ഗുരു ഈ രണ്ട് കൃതികളിലൂടെയും സാധിച്ചെടുക്കുന്നത് എന്ന് ചുരുക്കത്തിൽ പറയാം. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് എന്നുകൂടി ഓടിച്ചു നോക്കാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മത്തിൻ്റെ സദാത്മകമായ വശത്തെ വിശദമാക്കുന്നതിനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി എന്ന് നാം കണ്ടു. മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് എത്തുമ്പോൾ സദാത്മകമായ അംശത്തെ അഥവാ ഓണ്ടോളജിക്കൽ എന്നതിനെ സംബന്ധിച്ചുണ്ടാകുന്ന സകല പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുകയാണ്. അതിൽ ഉന്നയിക്കുന്ന പ്രധാന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഏതാണ് എന്ന് നോക്കാം. യഥാർത്ഥത്തിലുള്ളത് എന്ത്, അതിൻ്റെ സ്വഭാവം എന്ത്, അത് ഏത് രീതിയിലാണ് കാണപ്പെടുന്നത്, അതിൻ്റെ മൗലികമായ സവിശേഷത എന്ത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കാണ് ആദ്യമായി ഗുരു അതിൽ ഉത്തരം നൽകുന്നത്. യഥാർത്ഥത്തിലുള്ളത് ബ്രഹ്മം മാത്രം എന്നുള്ളതാണ് തുടക്കത്തിലേ തന്നെ ഗുരു പറയുന്നത്. ചരവും അചരവുമായ സകലതിലും വ്യാപിച്ചിരിക്കുന്ന ഒന്നായിട്ട് ബ്രഹ്മത്തെ മനസ്സിലാക്കണം. അതായത് ബ്രഹ്മത്തിന് വെളിയിലായി ഒന്നുമില്ല, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നത് ബ്രഹ്മം തന്നെ. അതായത് ഏന വ്യാപ്തം ചരാചരം, ഇങ്ങനെയാണ് ഗുരു അതിനെ വിശേഷിപ്പിക്കുന്നത്. ഇനി യഥാർത്ഥത്തിലുള്ളതും പ്രകടമായ ലോകവും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. ഇത് ഉത്തരം പറയുന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ്. കുടം, ചട്ടി എന്നിവ നമുക്കറിയാം. അങ്ങനെയുള്ള കുടം, ചട്ടി എന്നിവയിൽ മണ്ണ് ഏതുപോലെയാണുള്ളത് അതുപോലെയാണ് പ്രപഞ്ചവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒത്തിരിപ്പ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഗുരു. അവ തമ്മിലുള്ള ആ ബന്ധം ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ അവയെ കുടം, ചട്ടി മുതലായവയായി കാണാമെന്നുണ്ടെങ്കിൽ മറുവശത്തു നിന്ന് നോക്കുമ്പോൾ മണ്ണ് തന്നെ വിവിധ രൂപങ്ങളിലായി ഇരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പറയാൻ വയ്യാത്ത തരത്തിലുള്ള ഒരു തരം അറിവാണ്. ഇനി ഗുരു തുടർന്ന് പറയുകയാണ്, സൃഷ്ടി, സ്ഥിതി, ലയം തുടങ്ങിയ പരിവർത്തനങ്ങളിലൂടെ പ്രപഞ്ചം മുന്നോട്ട് നീങ്ങുമ്പോഴും മാറ്റത്തിനു വിധേയമാകാത്ത ആ ഒന്ന് എന്താണ് എന്നുള്ളതാണ്. വളരെയധികം ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒന്നാണിത്. അതേക്കുറിച്ച് ഇവിടെ വിശദമാക്കുന്നില്ല. ബ്രഹ്മം തന്നെയാണ് ആ മാറ്റത്തിന് വിധേയമാകാതെ നിൽക്കുന്നത് എന്ന് ഗുരു ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ദർശനമാലയിലേക്ക് വരുമ്പോൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കാം. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം എല്ലാ അസ്തിത്വത്തിൻ്റെയും ഉറവിടം എന്ത്, അല്ലെങ്കിൽ എല്ലാറ്റിൻ്റെയും സ്രോതസ് അഥവാ അടിത്തറ എന്താണ് എന്നുള്ളതാണ്. അതിനുത്തരമായി ഗുരു പറയുന്നത് സത്യം എവിടെ നിന്നും ഉണ്ടായി വരുന്നതല്ല. സത്യം എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ സത്യം എവിടെ നിന്നും ഉണ്ടായി വരുന്നതല്ല. അത് ജനനമോ മരണമോ ഇല്ലാത്തതാണ്. അത് എന്നും ഉള്ളത് തന്നെയാണ്. അതിന് നാശമില്ല, അതിന് ജനനവുമില്ല എന്നുള്ളതാണ്. ഇനി കാണുന്ന സകലതിനെയും നിയന്ത്രിക്കുന്ന അടിസ്ഥാന തത്വം എന്താണ് എന്നുള്ള ചോദ്യമാണ്. ബ്രഹ്മമെന്ന പരമമായ തത്വത്തിൽ നിന്നാണ് സകല ചോദ്യങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇവിടെ ആ തത്വം കണ്ടെത്തുകയല്ല, മറിച്ച് ആ ചോദ്യം പോലും ഉണ്ടാകുന്നത് ആ ബ്രഹ്മത്തിൽ നിന്നാണ് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള സകല ഉത്തരങ്ങളും സകല നിയമങ്ങളുമെല്ലാം ഉണ്ടാകുന്നതും ആ പരമമായ തത്വത്തിൽ നിന്ന് തന്നെ. ഇനി നാലാമത്തെ ശ്ലോകത്തിലെ പ്രതിപാദ്യം ചിദാത്മകതയാണെന്ന് നാം കണ്ടല്ലോ. അതിലേക്ക് കടക്കുന്നതിനുള്ള അടിസ്ഥാന സന്ദർഭമൊരുക്കുകയാണ് മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അവസാനത്തെ ചോദ്യത്തിൽ. ആ ചോദ്യം ഇതാണ്, സത്യത്തെ എങ്ങനെ അറിയാമെന്നുള്ളതാണ്. അതിനുത്തരം അല്പം സങ്കീർണമാണ്, എന്നാൽ ഏറ്റവും എളുപ്പമുള്ളതുമാണ്. കാരണം സത്യം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. എല്ലാം അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ മാറ്റങ്ങളും എല്ലാ പരിവർത്തനങ്ങളിലും എല്ലാ മാറ്റങ്ങളിലും മാറ്റമില്ലാതിരിക്കുന്ന ആ ഒന്ന് ബ്രഹ്മം തന്നെയാണ്. എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നതും അതുതന്നെ. അതല്ലാതെ മറ്റൊന്നുമില്ല എന്നും വരികിൽ ആ ഒന്നിനെ അതിനു വെളിയിൽ അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ളത് സാധ്യമല്ലല്ലോ. അതൊരു ലോജിക്കലായിട്ടുള്ളൊരു പ്രപ്പോസിഷനാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ കണ്ടെത്തുവാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അതിൻ്റെ ഭാഗമായിരിക്കുന്ന നമ്മെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇത് വെറും സ്വാഭാവികമായിട്ടുള്ളൊരു ചിന്ത മാത്രമാണ്. എന്നാൽ ഇതിനെ ഏറ്റവും സങ്കീർണമാക്കി മനസ്സിലാക്കുകയാണ് നാം സാധാരണഗതിയിൽ ചെയ്യുന്നത്. അവയെയാണ് ഗുരു വളരെ എളുപ്പത്തിൽ ഇവിടെ തള്ളിക്കളയുന്നത്. ഇവിടെ നമുക്ക്
ബ്രഹ്മത്തിൻ്റെ ഭാഗമായിരിക്കുന്ന നമ്മെ തന്നെ അന്വേഷിക്കുക എന്നത് ഒരു ആന്തരികമായ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. അവിടെ അന്വേഷണം ഒരു ഓണ്ടോളജിക്കൽ എന്നതിൽ നിന്ന് എപ്പിസ്റ്റമോളജിക്കൽ എന്ന തരത്തിലേക്ക് തിരിയുന്ന സന്ദർഭമാണ്. എപ്പിസ്റ്റമോളജിക്കൽ എന്ന അന്വേഷണത്തിനുള്ള ഒരു വഴി തുറക്കുകയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത്. അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ കൂടുതൽ പരിശോധിക്കാം. പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ ഈ ശ്ലോകത്തിൻ്റെ, അതായത് 4ാമത്തെ ശ്ലോകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. വ്യക്തിഗതമായ ബോധം പ്രപഞ്ച സൃഷ്ടിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതുപോലെ അറിയുന്നവൻ അറിയപ്പെടുന്നത് അഥവാ വിഷയം വിഷയി എന്നിവ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഈ 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ആണ് ആദ്യം തന്നെ ഇവിടെ ഉന്നയിക്കുന്നത്. എപ്പിസ്റ്റമോളജിയിൽ വരുന്ന അനേകം ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട 2 ആരംഭിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പിസ്റ്റമോളജിയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഉത്തരങ്ങൾ നൽകുക സാധ്യമല്ല. 2 തരം എപ്പിസ്റ്റമോളജി ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അത് റിലേറ്റീവ് എപ്പിസ്റ്റമോളജി ആൻഡ് ആബ്സല്യൂട്ടിസ്റ്റ് എപ്പിസ്റ്റമോളജി എന്നാണ്. അതിൽ റിലേറ്റീവ് എപ്പിസ്റ്റമോളജിയിൽ വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് നേരിട്ടെല്ലാം ഉത്തരം നൽകാം. പക്ഷേ ഒരു ആബ്സല്യൂട്ടിസ്റ്റ് തരത്തിൽ വരുന്ന ഒരു എപ്പിസ്റ്റമോളജിയുടെ ഉത്തരങ്ങൾ നേരിട്ട് നൽകുക സാധ്യമല്ല. കാരണം ചിന്തയുടെ സൂക്ഷ്മതലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഈ എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ പ്രമിതിശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഈ പറയുന്നത് പോലെ മനസ്സിലാക്കാം. അതായത് എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നതാണ് സത്യമെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ എല്ലാറ്റിനും ജീവൻ നൽകുന്നതും ആ സത്യം തന്നെയെന്നും പറഞ്ഞു. ജീവൻ ഉണ്ടാകുക എന്നാൽ അറിയുക എന്നതാണ് അർത്ഥം. ഇപ്പോൾ ഒരു ശവശരീരം കണ്ടു, ഒരു ജീവനുള്ള ശരീരവും കണ്ടാൽ ശവശരീരത്തിന് ഒരു അറിവും ഉണ്ടാകുന്നില്ല. ജീവനുള്ള ശരീരത്തിന് അറിവ് ഉണ്ടാകുന്നുണ്ട്, ഒരു ബോധം അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ബോധം അഥവാ അറിവ് ഉണ്ടാവുക എന്നാൽ ബോധം എന്ന ഒരു സത്യാന്വേഷണത്തിലേക്ക് കടന്നു വരികയാണ്. സത്ത എന്നത് മാറി ബോധം എന്നതിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് ഞാനുണ്ട് എന്ന അറിവ് തന്നെയാണ്. ഞാനുണ്ട് എന്നതിനോടൊപ്പം ചേർന്ന് വരുന്ന ഒരറിവാണ് എൻ്റെ ലോകമുണ്ട് എന്നുള്ള അറിവ്. എൻ്റെ ലോകം എന്നതിൽ വരുന്നതാണ് വിഷയങ്ങളെന്ന് പറയുന്ന അറിവ്. ഈ സന്ദർഭത്തിൽ ഏകമായ ബോധം അറിയുന്നവനും അറിയപ്പെടുന്നതും അറിയുന്ന പ്രക്രിയ എന്ന തരത്തിലും 3ആയി തിരിയുകയാണ്. ഇതിനെ ത്രിപുടി എന്ന് പറയുന്ന ഒരു സാങ്കേതിക സംജ്ഞ വെച്ചിട്ടാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് ഇനി ദർശനമാലയിലേക്ക് പോകുമ്പോൾ പഠിക്കും. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഇവിടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കാത്തത്. അങ്ങനെ എൻ്റെ ലോകം എന്നത് കൂടുതൽ സങ്കീർണമായ വിഷയങ്ങളുടെ ലോകത്തിലേക്ക് കടക്കുകയാണ്. തുടർന്ന് വരുന്നത് ഞാൻ എന്നത് വിഷയങ്ങളെ അനുഭവിക്കുന്ന ഒരു ആസ്വാദകൻ എന്ന തരത്തിലാണെന്നാണ് ഗുരു പറയുന്നത്. അതായത് വിഷയം വിഷയി എന്നിവയുടെ സംസർഗം എങ്ങനെ സംഭവിക്കുന്നു, അതെങ്ങനെ സംസർഗം ഏത് തരത്തിലാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു ആസ്വാദകൻ എന്ന തരത്തിലാണ് അവിടെ സംഭവിക്കുന്നത്. ആ ബന്ധം എന്ന് പറയുന്നത് ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിലുള്ള ബന്ധമാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണ് അവ ചേർന്ന് നിൽക്കുന്നത് എന്ന് പറയുന്നു. ഇതേക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ നമ്മൾ ദർശനമാലയിൽ കാണാം. അറിയുന്നവനും അറിയപ്പെടുന്നതും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിലാണെന്ന് കണ്ടു. അപ്പോൾ 4ാം ശ്ലോകത്തിൽ അടുത്തതായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ചോദ്യം ബോധത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മനുഷ്യൻ്റെ ബോധം ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലൂടെ കടന്നു പോകുന്നു എന്ന് നമുക്കറിയാം. അങ്ങനെ കടന്നു പോകുമ്പോഴെല്ലാം ഒരു വിളക്ക് പോലെ നിൽക്കുന്ന സാക്ഷിയായ ബോധമുണ്ട്. അത് നശിക്കുന്നില്ല. അത് ഉറക്കവുമില്ല, സ്വപ്നവുമില്ല, ഉണർവുമില്ല. അത് എല്ലാറ്റിനെയും ഉറ്റുനോക്കി നിൽക്കുന്ന ഒരു വിളക്കാണ്, ഒരു അറിവ്, ഒരു വിളക്ക് പോലെ പ്രകാശിച്ചു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു അറിവാണ് എന്നാണ് ഗുരു പറയുന്നത്. ഞാനെന്ന ബോധവ്യാപാരത്തിൻ്റെ സാർവലൗകികമായ ഒരു ലക്ഷണമാണ് അടുത്തത് പറയുന്നത്. അപ്പം ഞാനെന്നൊരു ബോധം, ഞാനെന്നൊരു അറിവ് ഒരാളിൽ മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, എല്ലാവരിലും ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ഞാനെന്ന അറിവ് ഒരു സാർവലൗകികമാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് എന്നുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് സ്ട്രക്ചറലിസ്റ്റിക്കായിട്ട് കൂടുതൽ വിശദമായിട്ട് നമ്മൾ ദർശനമാലയിലേക്ക് ചെല്ലുമ്പോൾ അന്വേഷിക്കും. നമ്മൾ വേറൊരു കാര്യം ആലോചിക്കേണ്ടത് 4ാമത്തെ ശ്ലോകം അവസാനിപ്പിച്ചപ്പോഴും സത്യത്തെ അഥവാ യാഥാർത്ഥ്യത്തെ കൂടുതൽ ബുദ്ധിപരമായ രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നതായി കണ്ടത്.
ആനുഭൂതികതയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. എങ്കിലും ബുദ്ധിപരതയിൽ നിന്നും കൂടുതൽ ആനുഭൂതികതയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നതിനുള്ള പല സൂചനകളും ഈ ശ്ലോകത്തിൽ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന്, എല്ലാറ്റിനും ആധാരമായിരിക്കുന്ന, സർവത്തിനെയും നിയന്ത്രിക്കുന്ന, സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്ന ബോധം മംഗളകാരിയാണ്, പൂർണ്ണമാണ്, ഏവരാലും ആരാധിക്കപ്പെടുന്നതാണ് എന്നെല്ലാം ഈ ശ്ലോകത്തിൽ പറഞ്ഞത് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് 5-ാമത്തെ ശ്ലോകത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് കടക്കാം. ബ്രഹ്മത്തിൻ്റെ ആനുഭൂതികമായ വശം കൈകാര്യം ചെയ്യുന്നതാണ് 5-ാമത്തെ ശ്ലോകമെന്ന് പറഞ്ഞു. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും വലിയ നില ഏതാണ് എന്ന ചോദ്യം ചോദിച്ചുകൊണ്ടാണ് 5-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന നില ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ദർശനമാലയിലെ 5-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്: പരമമായ ബോധവും ആത്യന്തിക യാഥാർത്ഥ്യവുമായ ബ്രഹ്മവുമായി ഒരാളുടെ വ്യക്തിത്വം അഥവാ അസ്തിത്വത്തെ തിരിച്ചറിയുന്നതാണ് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന നില. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുകൂടി നോക്കാം. ബ്രഹ്മവുമായി ഒരാളിൻ്റെ ഏകത കണ്ടെത്തുക എന്നാൽ ഈ ലോകത്തിൻ്റെയും അതേക്കുറിച്ച് അന്വേഷിക്കുന്നവൻ്റെയും ഏകത കണ്ടെത്തുക എന്നതിന് തുല്യമാണല്ലോ. അങ്ങനെ വരുമ്പോൾ അതിലും വലുതായി ഈ പ്രപഞ്ചത്തിൽ അറിയാനായി ഒന്നുമില്ല എന്ന നില വരുന്നു. കാരണം ഒരു ബോധം തന്നെയാണ് ഈ സകലതുമായി വിരിഞ്ഞു നിൽക്കുന്നത് എന്ന് നാം കണ്ടു. പരമമായി അറിയേണ്ടതും ആ ബോധത്തിൽ തന്നെയാണെന്ന് നാം മനസ്സിലാക്കി. അങ്ങനെ അറിയാനായി അന്വേഷിക്കുന്നതും ഒരു അറിവ് തന്നെയാണ് എന്ന് നാം കണ്ടു. മാത്രമല്ല, അറിയുന്നവൻ, അറിയപ്പെടുന്ന ആ പ്രക്രിയ എന്ന തരത്തിലുള്ള എല്ലാ തരം ദ്വൈതങ്ങളും ഉള്ളപ്പോഴാണ് മനുഷ്യരിൽ വിദ്യാബോധത്തിനുള്ള സാധ്യതയുണ്ടായിരിക്കുന്നത്. ഏകമായ അറിവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ അവിടെ വിദ്യാബോധമില്ല. എന്നാൽ അറിവ് ഒരു ത്രിപിടിയായി പിരിഞ്ഞ് അറിയുന്നവൻ, അറിയപ്പെടുന്ന പ്രക്രിയ എന്നിവയായി തിരിയുമ്പോൾ അവിടെ മിഥ്യാബോധത്തിനുള്ള സാധ്യത ഉണ്ടായി വരുന്നു. ബ്രഹ്മവുമായുള്ള താതാത്മ്യം സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള മിഥ്യാബോധങ്ങൾ നശിക്കുകയും തെളിഞ്ഞ ബോധം പ്രവർത്തിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ മിഥ്യാബോധങ്ങൾ നശിക്കുമ്പോൾ ബ്രഹ്മവുമായുള്ള താതാത്മ്യം സംഭവിക്കുന്നു എന്ന് തിരിച്ചും പറയാം. മനുഷ്യൻ കണക്കുകൂട്ടി, കാലത്തിൻ്റെ അളവ് കണക്കുകൂട്ടി പറയുമ്പോഴാണ് ഇതിലേതാദ്യം എന്നുള്ള ചോദ്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് രീതിയിലും ഇത് പറയാവുന്നത് തന്നെയാണ്. മിഥ്യാബോധങ്ങൾ മാറുമ്പോൾ ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമെന്നും ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോൾ മിഥ്യാബോധം ഉണ്ടായി എന്നെല്ലാം ഇത്തരത്തിൽ മാറ്റി പറയാം. സംഭവിക്കുന്നതെല്ലാം ഒന്ന് തന്നെ. ഇത്തരത്തിൽ അറിവുമായി അറിയുന്നവനുണ്ടാകുന്ന ഒരു താതാത്മ്യം സംഭവിച്ചു കഴിയുമ്പോൾ നാം അറിയുന്നതിനും അപ്പുറത്ത് ഇനി അറിയാൻ ഒന്നുമില്ല എന്ന ഒരു നിറവ് ഉണ്ടാവുകയാണ്. അതുമൂലമുള്ള തൃപ്തി അനുഭവപ്പെടുകയാണ്. ഇത്തരത്തിൽ മിഥ്യാധാരണകൾ മാറി പൂർണ്ണമായ ഒന്നിനെ അറിയുകയും അതിലൂടെ അറിവിൻ്റെ പൂർണ്ണതയിൽ എത്തുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായും സമാധാനം അനുഭവിക്കപ്പെടുന്ന ഒരുവനായി മാറുന്നു. എല്ലാ തരത്തിലുള്ള ബന്ധനവും അവനിൽ നിന്ന് വിട്ടകലുകയും ചെയ്യുന്നു. കൂടാതെ ഇത്തരത്തിൽ പൂർണ്ണനായ ഒരുവന് അവൻ്റെ ചുറ്റിലുമുള്ള ഒന്നിനെയും അവനിൽ നിന്ന് അന്യമായി കാണുവാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു നൈതിക ബോധമുണ്ടാവുകയും ചെയ്യും. അതവനെ ധാർമ്മികമായ ഒരു പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യും. ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രയോജനമെന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. താൻ അറിഞ്ഞ ആനുഭൂതികതയെ ഗാനം ചെയ്തുകൊണ്ട് സ്വതന്ത്രനായി ചരിക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് അന്വേഷകൻ മാറുന്നു എന്നതാണ് ഗുരു പറയുന്നത്. ഇതാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരുവൻ്റെ സ്ഥിതി. എന്നാൽ ഇവിടെയും ഒരു സംശയമുണ്ടായേക്കാം. അങ്ങനെ സഞ്ചരിക്കുമ്പോഴും ഈ മഹാവാക്യങ്ങളെല്ലാം ഗാനം ചെയ്ത് സഞ്ചരിക്കുമ്പോഴും നമുക്ക് കർമ്മങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ എന്ന് തോന്നിയേക്കാം. ആ കർമ്മങ്ങൾ നമ്മളിൽ വീണ്ടും ഏതെങ്കിലും തരത്തിലുള്ള പ്രാരാബ്ധങ്ങൾ ഉണ്ടാക്കുമോ എന്നും സംശയിച്ചേക്കാം. അല്ലെങ്കിൽ അതുവഴിയുള്ള ബന്ധനങ്ങൾ ഉണ്ടാകുമോ എന്ന് സംശയമുണ്ടായേക്കാം. അതിനുള്ള ഉത്തരമാണ് തുടർന്ന് നൽകുന്നത്. പ്രാരാബ്ധം, സഞ്ചിതം, ആഗാമി തുടങ്ങിയ യാതൊരുവിധ കർമ്മങ്ങളും അവനില്ലാത്തതാണ് എന്ന് ഗുരു പറയുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് അത്തരം കർമ്മങ്ങൾ മനുഷ്യനിൽ ഇല്ലാതിരിക്കുന്നത് എന്നുകൂടി തുടർന്ന് പറയുകയാണ്. കാരണം കർമ്മങ്ങൾ വാസ്തവത്തിൽ ഇല്ലാത്തതാണ്, എങ്കിലും ഉള്ളതുപോലെ തോന്നുന്നത് മാത്രമാണ്. ഏകമായ സത്യത്തിൽ അധ്യസ്ഥമായ മിഥ്യാബോധം മാത്രമാണ് കർമ്മങ്ങൾ.
ഉള്ളത് ഏകമായ ബോധം അഥവാ അറിവ് മാത്രം. ആ ബോധം നമ്മിൽ നിന്ന് വേറെയല്ല എന്ന് തിരിച്ചറിയുകയും ചെയ്തു. അതോടെ നാം ആ പരമമായ ബോധം മാത്രമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെ ആ ബോധത്തിനുള്ള എല്ലാ വിശേഷണങ്ങളും നമുക്കും ബാധമായി വരുന്നു. നമുക്ക് ഒരു ഈശത്വം ലഭിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ 5 ശ്ലോകങ്ങളും നമ്മൾ വളരെ ചുരുക്കത്തിൽ ഒരു വേദാന്തത്തിൻ്റെ തരത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സ്ട്രക്ചറലിസ്റ്റിക് എലമെൻസിലേക്ക് നമുക്ക് കടക്കാം. അത് വളരെ ജനറലായിട്ട് മാത്രമാണ് പറയുന്നത്. ദർശനമാലയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഓരോ ശ്ലോകങ്ങളിലും ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ അതിനെ കൂടുതൽ വിശദമാക്കുന്നില്ല. ഇനി നമുക്ക് ആ ഒരു പ്രസൻറ്റേഷനിലേക്ക് കടക്കാം. ബ്രഹ്മവിദ്യ പഞ്ചകത്തിൻ്റെ ഒരു സിമ്പിൾ സ്ട്രക്ചറൽ അനാലിസിസാണ് നമ്മളിവിടെ നടത്താൻ ആഗ്രഹിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇപ്പോൾ ഈ കാണുന്നത് നമ്മൾ 5 വേഴ്സസിനെ എങ്ങനെയൊക്കെ ഒന്ന് കാണാമെന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ വേഴ്സും രണ്ടാമത്തെ വേഴ്സും നമ്മളൊരു ഹൊറൈസോണ്ടൽ ആക്സിസിലാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാരണം ഇവിടെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ദർശനമാലയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ബ്രഹ്മവിദ്യാ പഞ്ചകം ഇവിടെ കൊണ്ടുവന്നത് പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദർശനമാലയിൽ കാണാത്ത 2 ശ്ലോകങ്ങളാണ് ഇത്. അല്ലെങ്കിൽ അതിൽ കാര്യമായിട്ട് പ്രതിപാദിക്കാത്ത 2 ഭാഗങ്ങളാണ് ഈ 2 ശ്ലോകത്തിൽ. കാരണം ദർശനമാലയെ നമ്മളൊരു വെർട്ടിക്കൽ ആക്സിസിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൻ്റെ 2 ശ്ലോകങ്ങൾ ഹൊറിസോണ്ടൽ ആക്സിസിലും ബാക്കി 3 വെർട്ടിക്കൽ ആക്സിസിലുമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ശിഷ്യൻ ഇങ്ങനെ പ്രിപ്പയർഡ് ആകണം. ശിഷ്യൻ്റെ ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ. രണ്ടാമത്തതിൽ ഗുരു അതിന് പറയുന്ന ഉത്തരമാണ്. മൂന്നാമത്തേതിലേക്ക് വരുമ്പോഴും ഒരു സദാത്മകത, ഒരു ചിതാത്മകത, ഒരു ആനന്ദാത്മകത അങ്ങനെ അത് ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ 2 വേഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു തലതിരിവ് സംഭവിക്കുകയാണ്. ഉത്തരങ്ങൾക്കും കാര്യങ്ങൾക്കും എല്ലാം ഒരു തലതിരിവ് സംഭവിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഒരു ചിതാത്മകതയെ സദാത്മകതയിൽ നിന്ന് ഉയർന്നിങ്ങനെ പോവുകയാണ്. ആ വെർട്ടിക്കൽ ആക്സിസ് സദാത്മകയിൽ നിന്ന് ഉയർന്നിങ്ങനെ ചിതാത്മക വഴി ആനന്ദാത്മകമായിട്ട് ആ അന്വേഷണം അവിടെ അവസാനിക്കുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ സങ്കല്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് ഇനി പോവാം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ വേഴ്സിൽ നമ്മൾ പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ടായിരുന്നത് സ്ട്രക്ചറലിസത്തിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ശിഷ്യൻ ഗുരു, അപ്പോൾ ഇത് ഒന്നാമത്തെ വേഴ്സാണല്ലോ. അപ്പോൾ ഈ ശിഷ്യനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഗുരുവിനെ ഇവിടെ വെച്ചുകൂടെ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. അത് ഓരോ സന്ദർഭത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിനേക്കാട്ടും കൂടിയ ഒരു വെർട്ടിക്കാലിറ്റി അതിൽ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് ആ സ്ട്രക്ചറിൽ ഹൊറിസോണ്ടൽ വെർട്ടിക്കലിൽ നമ്മൾ മാറ്റിമറിച്ചും എല്ലാം കൊടുക്കും. അപ്പോൾ ഒരു സ്ട്രക്ചറിൽ ചിലപ്പോൾ വെർട്ടിക്കലായിട്ട് കണ്ടത് മറ്റൊരു സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അതേ അംശങ്ങൾ തന്നെ ചിലപ്പോൾ ഹൊറിസോണ്ടലായിട്ടൊക്കെ കാണപ്പെടും. അപ്പോൾ സ്ട്രക്ചറലിസം ഒരു ഭാഷയാണ്. അത് ഉപയോഗിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഭാഷ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഈ രീതിയിലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. സ്റ്റുഡൻറ്റ് ഗുരു ആ പെയറിനെ നമ്മൾ ഹൊറൈസോണ്ടൽ ആക്സിസിൽ കൊടുത്തു. എന്നിട്ട് അവരുടെ സംവാദത്തിലെ ആ ഒരു സ്വരൂപലക്ഷണം, ബ്രഹ്മത്തിൻ്റെ സ്വരൂപലക്ഷണത്തിനെ എടുത്തിട്ട് വെർട്ടിക്കലിലേക്ക് കൊടുത്തു. എന്നിട്ട് സദാത്മകതയിൽ നിന്നും ഉയർന്ന് ചിതാത്മകതയിലേക്ക് പോകുന്നതായിട്ടും കാണാം. വെർട്ടിക്കലിനെ ആകെ കൂടെ ഒരു ബ്രഹ്മത്തിൻ്റെ സ്വരൂപലക്ഷണമായിട്ടും കാണാം. ഇനി ഒന്നാമത്തെ വേഴ്സിലേക്ക് പോവാം. ഒന്നാമത്തെ വേഴ്സിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്, നല്ല വിദ്വാനായിട്ടുള്ളവൻ നിത്യ വിവേകം ഹേതുവായിട്ട് സമ്പൂർണമായി തന്നെ നിർവേദത്തെ പ്രാപിച്ചിട്ട് ശമാധിശക്കങ്ങളാൽ പ്രശോഭിതനായി മുക്തികാമനായി ഭവിക്കുമല്ലോ. അതാണ് ആ മുക്തിഭാവനായിട്ട് ഭവിക്കണം ഇവിടെ. ആ ഭവിച്ചു കഴിയുമ്പോഴാണ് അവനൊരു കൃത്യമായ ശിഷ്യത്വം വരുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവനൊരു വെർട്ടിക്കാലിറ്റി വരുന്നു. അങ്ങനെ ഒരു വെർട്ടിക്കാലിറ്റി അവന് വന്നു കഴിയുമ്പോഴാണ് അവനൊരു ഗുരു ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു ഗുരുവിന് സേവയെല്ലാം നടത്തി അതെല്ലാം ഇവിടെ ഇങ്ങനെ വരും. ഈ വെർട്ടിക്കാലിറ്റിയിൽ ഈ സേവകളെല്ലാം വരണം. എന്നാലാണ് ആ ഒരു കറക്റ്റ് വെർട്ടിക്കാലിറ്റി ഒരു റെസിപ്രോസിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗുരുവായിട്ട്. റെസിപ്രോക്കൽ റിലേഷനാണ്, ഡയലക്റ്റിക്കലാണ്, റെസിപ്രോക്കലാണ്. അപ്പോൾ അങ്ങനെ ഒരു
റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ അയാൾക്കുണ്ടാവുന്ന 2 ചോദ്യങ്ങളാണ്. അയാളിൽ ഉണ്ടാവുന്നതല്ല, അയാളിൽ അവശേഷിക്കുന്ന 2 ചോദ്യങ്ങളാണ് ഹൂ ആം ഐ ആൻഡ് വെൻസ് ദിസ് വേൾഡ്, ഞാൻ ആരാണ്, ഈ ലോകം എവിടെ നിന്നുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ 2 ചോദ്യങ്ങളാണ്. അപ്പോൾ ആ വിദ്വാൻ എന്ന് പറയുന്ന ആ കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ ശ്ലോകത്തിനെ കാണുന്നത്. അതൊരു ഗുരുവിൻ്റെ സന്ദർഭത്തിൽ നിന്നല്ല കാണുന്നത്, ഒരു ശിഷ്യൻ്റെ സന്ദർഭത്തിൽ നിന്നിട്ടാണ് നമ്മളതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിൻ്റെ ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെയാണ് അതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ശ്ലോകത്തിൽ പോകുമ്പോൾ എന്താണ് അവിടെ ഗുരു കൊടുക്കുന്ന ഒരു വാക്യമാണ്, നീ ബ്രഹ്മം തന്നെയാവുന്നു, ത്വം ഹി ബ്രഹ്മ. അതാണ് അവിടുത്തെ വെർട്ടിക്കാലിറ്റി. ബാക്കിയുള്ളതെല്ലാം ഹൊറിസോണ്ടലാണ്. കാരണം എന്താണ്, നീ എന്തല്ല എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതൊരു തടസ്ഥ ലക്ഷണം ഇവിടെ വന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ തടസ്ഥമായിട്ടുള്ളത് എല്ലാം നമ്മൾ പറയുകയാണ്. നീ ഇന്ദ്രിയമല്ല, നീ മനസ്സല്ല, ബുദ്ധിയല്ല, ചിത്തമല്ല, ശരീരമല്ല, പ്രാണങ്ങളോ അഹങ്കാരമോ ഒന്നുമല്ല, മറ്റൊന്നുമല്ല. അതായത് ആ മറ്റൊന്നുമല്ല എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിൻ്റേതായിട്ടുള്ളതൊന്നും നീയല്ല എന്നുള്ളതാണ് ആ മറ്റൊന്നുമല്ല എന്ന് പറയുന്നത്. നിൻ്റേതായി നീ കരുതുന്നതൊന്നും നീയല്ല. കാരണം നമ്മൾ ക്ലാസ്സിൽ കേട്ടപ്പോൾ പറഞ്ഞു, ഗുരുവിന് ഒന്നും തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ബ്രഹ്മം എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. ബ്രഹ്മം ആണെന്ന് മാത്രം പറയാൻ പറ്റുന്നു. കാരണം ബ്രഹ്മത്തിന് സമാനമായ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഒരു ഉപമാന പ്രമേയം കൊണ്ട് അറിയാൻ പറ്റാത്തതാണ് ബ്രഹ്മം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗുരു ഉപയോഗിക്കുന്നത് മറ്റൊരു രീതിയാണ്, ഒരു മെത്തേഡ് ഓഫ് നെഗേഷൻ. അപ്പോൾ ഒരു അപവദിക്കുകയാണ് ഗുരു. ഓരോന്നിനെ അപവദിച്ച് ശിഷ്യനെ അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു പ്രയത്നമാണ് അവിടെ നടത്തുന്നത്. അപ്പോൾ അത് എവിടെയാണ് നടക്കുന്നത്? അത് ആ ഒരു ആത്മസത്യത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷേ അവിടെ ഒരു തീക്ഷണമായ ആ രീതിയിലുള്ള ആത്മസത്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, ഒരു തുടക്കം എന്ന നിലയ്ക്ക്. അത് എന്തുകൊണ്ടാണ് ആത്മാവ് വച്ചിരിക്കുന്നതെന്ന് നമുക്ക് അടുത്ത ഒരു ഭാഗത്തോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവിദ്യാകൽപിതമായിട്ടാണ് അവിടെ ഇതെല്ലാം നമ്മൾ തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എന്താണ്, നോട്ട് ദി സെൻസ്, നോട്ട് ദ സെൻസസ്, നോട്ട് ദി ഐ സെൻസ് എന്നെല്ലാം നമ്മൾ പറഞ്ഞു. ശരീരമല്ല, മനസ്സല്ല എന്നെല്ലാം പറയുമ്പോഴും പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതെന്താണ് ഈ കാണുന്നതൊക്കെ? അപ്പം അത് അവിദ്യാകൽപിതമാണ്. എങ്ങനെ? ആത്മാവിൽ ലോകം അവിദ്യാകൽപിതമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരുഭൂമിയിൽ മിറാഷ് കാണുന്ന പോലെ, മരുപരിചിക കാണുന്നത് പോലെ മാത്രമാണ് എന്ന് പറയുകയാണ്. അത് നീ നല്ലതുപോലെ ദർശിക്കണം എന്നാണ് പറയുന്നത് അവിടെ. അപ്പോൾ ഇതെല്ലാം നടക്കുന്നത് ഐസെൻസ് എന്ന് പറയുന്നു. അപ്പോൾ ആ ശിഷ്യൻ്റെ ആ ഒരു ഞാനെന്ന സങ്കല്പത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ആ വിദ്യ ഉണ്ടാവുന്നത് ആ ശിഷ്യനിൽ കൽപ്പിതമായി വരെയാണ്. ശിഷ്യനിൽ കൽപ്പിതമായിരിക്കുന്നത് തന്നെയാണ്. അന്നേരം ആത്മാവ് ഒരു വെർട്ടിക്കാലിറ്റി ആയിട്ട് ശിഷ്യൻ്റെ മനസ്സിൽ ഒരു അറിവ് പോലെയാണ് ആത്മാവ് ഇരിക്കുന്നത്. ആത്മാവ് ഒരു അനുഭൂതികമായിട്ടല്ല അവൻ ഇരിക്കുന്നത്. അവൻ അറിയുന്നേ ഉള്ളൂ ഇതെന്താണ്. അവൻ്റെ ആ ഒരു ഞാനെന്ന് പറയുന്ന ആ ഒരു ബോധത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് എന്താണെന്ന് അവൻ അറിയുകയാണ്. ഒരു വെർട്ടിക്കലായിട്ടുള്ളൊരു സംഭവമാണ് ആത്മാവെന്ന് അറിയണം. അതുകൊണ്ടാണ് അതിനെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ആക്സിസിൽ വെച്ചിരിക്കുന്നത്. നടുക്ക് ആ ശിഷ്യൻ്റെ ഒരു മനോനിലയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് സങ്കല്പിക്കുകയാണ്, ആത്മാവിൽ ലോകമുണ്ടായി. എങ്ങനെയുണ്ടായി? ഒരു കാനൽ ജലം പോലെ ഉണ്ടായി. എന്തുകൊണ്ട്? അവിദ്യ കൊണ്ട്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഒരു ശ്ലോകത്തിലോട്ട് പോവാം. അപ്പം അടുത്ത ശ്ലോകത്തിലോട്ട് പോകുമ്പോൾ കുറച്ചും കൂടെ സതാത്മകമായിട്ടുള്ള ഒരു ബ്രഹ്മത്തിൻ്റെ ഒരു സ്വരൂപലക്ഷണത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങളാണ്, ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്, സദാത്മകമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അവിടെ ഗുരു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ഒരു ആത്മാവാവുന്ന ഒന്നിൽ ലോകം കൽപ്പിതമായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊന്നിൽ പ്രപഞ്ചം സ്ഫുരിക്കുകയാണ്. അപ്പോൾ ഈ ജഗത്ത് വാസ്തവത്തിൽ യാതിൽ നിന്നാണോ ഉണ്ടായത്, യാതൊന്നിൽ നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്നതെല്ലാം ഏതിലാണ്? ഒരു ആത്മസത്യത്തിൽ തന്നെയാണ്.
അപ്പോൾ ആ ആത്മസത്യമാണെങ്കിലോ സൃഷ്ടി, സ്ഥിതി, ലയം ഇവയ്ക്കെല്ലാം ഉപരിയായിട്ടുള്ളത് ഇതെല്ലാം ഹൊറിസോണ്ടലായിട്ടുള്ള ആസ്പെക്ട്സ് ആണ് അതിൻ്റെ. അതിൽ യഥാർത്ഥത്തിൽ വെർട്ടിക്കലായിട്ടുള്ളത് എന്തുമാത്രമാണ്? ആത്മാവ് മാത്രമാണ്. അത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തമ്മിലുള്ള ബന്ധം ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും കുടവും പോലെയാണ്. അപ്പോൾ ആത്മാവ് ഇവിടെ മണ്ണാണ്, ലോകം കുടമാണ്. അപ്പോൾ അതാണ് ഇവിടെ ആത്മാവ് ലോകവും തമ്മിലുള്ള ബന്ധം പോലെ ഇവിടെ ക്ലേയും പോട്ടും തമ്മിലുള്ള ബന്ധത്തിനെ ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മളൊരു ഡീറ്റെയിൽ സ്ട്രക്ചറാണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഉപമാന ഉപമയെല്ലാം മാറ്റി മാറ്റിയൊക്കെ വരയ്ക്കും. ഇപ്പോൾ ഈ ക്ലേ പോട്ട് സ്ട്രക്ചർ വേറൊരെണ്ണം വരയ്ക്കും, ആത്മാവ് വേൾഡ് സ്ട്രക്ചർ വേറൊരെണ്ണം വരയ്ക്കും. അതൊക്കെ നമുക്ക് ദർശനമാലയിലിട്ട് വരുമ്പോൾ കൂടുതൽ സ്ട്രക്ചറലിസ്റ്റിക് പരീക്ഷണങ്ങളെല്ലാം നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ലളിതമായിട്ട് ഓടിച്ചതിനെക്കുറിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് ദർശനമാലയുടെ ഈ വക കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. ഓരോ ശ്ലോകങ്ങളും തന്നെ ഒരുപക്ഷെ 2-3 സ്ട്രക്ചേഴ്സൊക്കെ വരച്ചിട്ടായിരിക്കും നമുക്ക് അത് പറയാൻ സാധിക്കുന്നത്. അത്രയ്ക്കും ഡീറ്റെയിൽഡ് ആയിട്ടാണ് ദർശനമാല അത് പറയുന്നത്. ബ്രഹ്മവിദ്യാപഞ്ചകം നമുക്ക് അതുപോലെ പറയാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുന്നില്ല. ഒരുപക്ഷെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അത് പറ്റും. പക്ഷെ നമ്മളിത് ദർശനമാലയ്ക്ക് വേണ്ടി ഒരു മുഖവുര എന്ന നിലയിൽ ചെയ്യുന്നത് കൊണ്ട് അതുപോലെ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ മതി. ഇനി നമ്മൾ അടുത്ത ഫോർത്ത് വേഴ്സിലേക്ക് വരികയാണ്. ഫോർത്തിൽ വേഴ്സിലേക്ക് വരുമ്പോൾ സൃഷ്ടിയേതം പ്രകൃതിയിലനുപ്രവിശതി. ഇപ്പോൾ അവിടെ എല്ലാവർക്കും ഒരു സംശയം വരുന്നുണ്ട്. പ്രകൃതിയിൽ നിന്ന് ജഗത്തിനെ സൃഷ്ടിച്ചിട്ടെന്ന്. അപ്പോൾ പ്രകൃതിയും ജഗത്തും ഒന്ന് തന്നെയല്ലേ എന്നൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഇൻഹറൻറ്റ് നേച്ചർ എന്ന് അതിന് പേര് കൊടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ആ ചിതാത്മകതയിൽ ഉള്ള ഒരു വീര്യം, അതാണ് ആ ഒരു പ്രകൃതിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സാധ്യത. ആ ചിത്ത് എന്ന് പറയുന്നത് എന്താണ്? അതിനെ ഒരു പ്യുവറായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ പ്യുവറായിട്ടുള്ള ചിത്തിൽ ഒരു പ്രകൃതിക്കുള്ള സാധ്യത ഇൻഹറൻ്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ പ്രകൃതിയിൽ നിന്ന് ലോകത്തിനെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ പ്രകൃതിയിൽ നിന്ന് ലോകത്തിനെ ഉണ്ടാക്കിയെന്ന് ഒരു ഹൊറിസോണ്ടലിൽ നിന്ന് ഹൊറിസോണ്ടൽ ഉണ്ടാകുന്നതല്ല. ആ ചിത്തിൻ്റെ ഒരു വെർട്ടിക്കൽ ആസ്പെക്റ്റാണ് ആ ഒരു ഇൻഹറൻറ്റ് നേച്ചർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ലോകമുണ്ടായി എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടാണ്. ഇനി നമ്മൾ ചിത്തിൻ്റെ വേറൊരു ക്വാളിറ്റി എന്താണ്? വിഷയങ്ങളെ അത് അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് അനുഭവിക്കുന്നത്? ഒരു എൻജോയർ എന്ന തലത്തിലാണ് അതിനെ അനുഭവിക്കുന്നത്. ഒബ്ജക്റ്റ് ഓഫ് നോളജിനെ എല്ലാം അത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ എൻജോയറിനെ വെർട്ടിക്കലിലും ഒബ്ജക്റ്റ് ഓഫ് നോളജിനെ ഹൊറിസോണ്ടലിലും വെച്ചത്. അതുപോലെ തന്നെ ചിത്തെന്ന് പറയുന്നത് എല്ലാ എന്താണ് സുഷുപ്തി പോലുള്ള അവസ്ഥ അവസ്ഥാത്രയങ്ങളുണ്ട്. അവസ്ഥാത്രയങ്ങൾക്കെല്ലാം ഉപരിയായിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ സുഷുപ്തിനെ വെർട്ടിക്കൽ ആക്സിസിലല്ല വെച്ചിരിക്കുന്നത്, മറിച്ച് ഹൊറൈസോണ്ടലിൽ തന്നെ ഒരു അനദർ വേർഷൻ ഓഫ് ദ ഹൊറൈസോണ്ടൽ എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. വേറൊരു ഹൊറൈസോണ്ടൽ ആക്സിസ് വരയ്ക്കുന്നതിന് പകരം ഇങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് സുഷുപ്തി, വെയ്ക്കിംഗ് അല്ലെങ്കിൽ ഡ്രീമിങ് അങ്ങനെയുള്ള സ്റ്റേറ്റുകൾക്കെല്ലാം ഉപരിയായിട്ട് നിൽക്കുന്നതാണ് ചിത്ത് എന്ന് പറയുന്ന ഈ ഹൊറൈസോണ്ടൽ ആക്സിസ്. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐ സെൻസുകൾ, ഞാൻ ഐ സെൻസ് പറയുന്നു, വേറൊരാൾ ഐ സെൻസ് ഉണ്ട്, ഞാൻ എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം എന്താണ്? ഒരു അന്യയുടെ തലത്തിലുള്ള, ആത്മവശത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അന്യയുടെ തലത്തിലുള്ളതാണ് ആ ഒരു ഐ സെൻസുകൾ. അവിടെ സമമായിട്ടുള്ള ഒരു ഐ സെൻസ് ഉണ്ട്. അതിനിവിടെ പ്യുവർ ചിത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. അതാണ് നമുക്കിപ്പോൾ 4-ാമത്തെ ശ്ലോകത്തിൽ കാണാനുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എപ്പിസ്റ്റമോളജിയാണ് ഇവിടെ. എപ്പിസ്റ്റമോളജിയുടെ വളരെ ചെറിയ അംശങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളൂ. അതൊന്നും ക്ലാസ്സിൽ നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതൊന്നും നമ്മൾ ഇവിടെ പറയുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമ്മൾ ഇനി ദർശനമാലയുടെ ജ്ഞാനദർശനം പോലുള്ളത്, അതുപോലെ മായ, ഭാനം, കർമ്മം, ജ്ഞാനദർശനം, ഇതിലാണ് ശരിക്കും ഈ ചിതാത്മകമായിട്ടുള്ള വശങ്ങൾ വളരെ രൂക്ഷമായിട്ട് നമ്മളിത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഓരോ വേഴ്സിനും ഒരുപാട് സ്ട്രക്ചേഴ്സ് വരച്ചിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അത്രയും കോംപ്ലിക്കേഷനിലേക്ക് നമ്മളിവിടെ കൊണ്ടുപോയാൽ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചിതാത്മകമായിട്ടുള്ള സ്ട്രക്ചറൊക്കെ വളരെ സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ ഒന്നും ആയിരിക്കില്ല ദർശനമാല പഠിക്കുമ്പോഴും നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ കൂടിയ രീതിയിലുള്ള സ്ട്രക്ചേഴ്സിലേക്കൊക്കെ പോകും. പിന്നെ നമുക്ക് 5-ാമത്തെ വേഴ്സിലായിട്ട് പോകാം. 5-ാമത്തെ വേഴ്സ് എത്തുമ്പോൾ എന്താ പറയുന്നത്?
അഞ്ചാമത്തെ വേഴ്സിൽ 3 മഹാവാക്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ, തത്വമസി. അവിടെ ത്വം എന്നാണ് പറയുന്നത്. അവിടെ ആ ത്വം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏത് പ്രധാനമായിട്ടുള്ള ആ നീ എന്ന് പറയുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ആ ഒരു ഗുരു പറയുന്ന നീ അല്ല ഇവിടെ. ആ ഗുരു പറയുന്ന നീ ഒരു ഹൊറിസോണ്ടൽ നീ ആയിരുന്നു ആ ത്വം. പക്ഷേ ഇവിടെ വരുമ്പോഴേക്കും ആ ത്വമ്മിന് ഒരു കംപ്ലീറ്റ് വിഭുവിൻ്റെ സ്റ്റാറ്റസിലേക്ക് ആ ത്വം വരുന്നുണ്ട്. ആ ശിഷ്യൻ ഒരു വിഭുവായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ത്വമ്മിന് ഇവിടെ വെച്ചിരിക്കുന്നത്. ത്വമ്മിലാണ് എന്ത് നടക്കുന്നത്, ഈ പറയുന്ന ആം, ഈ പ്രജ്ഞാനം ബ്രഹ്മാത്മാവ് എന്നൊക്കെയുള്ള ആ ഒരു അനുഭവം ത്വമ്മിലേക്ക് എത്തിച്ചേരുന്നതാണ്. അവിടെ ഹൊറിസോണ്ടാലിറ്റി ഒട്ടും നമ്മൾ കൊടുക്കുന്നേ ഇല്ല. കാരണം അവിടെ ഫുൾ വെർട്ടിക്കലൈസേഷൻ നടന്നു കഴിഞ്ഞു. ശിഷ്യൻ ഒരു വെർട്ടിക്കൽ ഒരു ആസ്പെക്റ്റിലേക്ക് ഉയർന്നു കഴിഞ്ഞു. പക്ഷേ ഹൊറൈസോണ്ടാലിറ്റി എവിടെയും പോകുന്നില്ല. നമ്മൾ ഈ സ്ട്രക്ചറിൽ അത് കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ പിന്നെ കർമ്മങ്ങളെല്ലാം എവിടെ പോയി? കർമ്മങ്ങളെല്ലാം എവിടെയും പോകുന്നില്ല, അത് അധ്യസ്ഥമാണെന്ന് തിരിച്ചറിയുന്നേ ഉള്ളൂ. അപ്പോൾ സഞ്ചിതം, ആഗാമി, പ്രാരാബ്ധം പോലുള്ള കർമ്മങ്ങളെല്ലാം പോയിട്ട് അതെല്ലാം ഒരു ഹൊറൈസോണ്ടൽ സ്റ്റാറ്റസ് മാത്രം കൊടുത്തിട്ട് കർമ്മങ്ങളുടെ ഒരു ഇല്ലായ്മ, കർമ്മങ്ങളുടെ ഇല്ലായ്മ എന്ന് പറയുന്ന ആ ഒരു വെർട്ടിക്കാലിറ്റിയിലോട്ട് അതിനെ ചേർത്ത് വെക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ കർമ്മങ്ങൾ തന്നെ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വരും. എന്നാൽ കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും എന്ന് പറയുന്ന ആ ഒരു കർമ്മം ഇല്ല എന്ന് പറയുമ്പോഴും ആ രീതിയിലാണ് നമ്മൾ ഡയലക്റ്റിക്കലായിട്ടാണ് കർമ്മത്തിനെല്ലാം കാണേണ്ടത്. അല്ലാതെ കർമ്മം ഒട്ടുമില്ല എന്നല്ല, കർമ്മത്തിൽ അകർമ്മവും അകർമ്മത്തിൽ കർമ്മവും എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിലോട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? ഗുരു അവസാനം പറയുന്നത് എന്താണ്? നീ ഏകവും സച്ചിന്മാത്രവുമായ വിഭുവാകുന്നു എന്ന്. അപ്പോൾ ഏകമാണ് ആ വെർട്ടിക്കാലിറ്റിയിലെ പ്രധാന അംശം. എന്താണ്? ഏകമാണ്, സച്ചിന്മാത്രമാണ്. അപ്പോൾ അതാണ് വെർട്ടിക്കാലിറ്റിയുടെ ഒരു കംപ്ലീഷൻ, അതാണ് വിഭു. അപ്പോൾ വിഭുവിൽ ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആർക്കും സ്ട്രക്ചറലിസത്തിനെ കുറിച്ചിട്ട് കാര്യമായ ഒരു അറിവൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. അത് കിട്ടാൻ പോകുന്നു ഇല്ല എന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇതൊരു ജനറലായിട്ട് പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർശനമാലയിലേക്ക് വരുമ്പോൾ ഈ ഒരു 5ാമത്തെ വേഴ്സ് എന്ന് പറയുന്നത് പോലും ഈ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ഈ 5ാമത്തെ വേഴ്സ് ദർശനമാലയിൽ 3 അധ്യായത്തിലായിട്ട് 30 ശ്ലോകങ്ങളിലായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ആ 30 ശ്ലോകങ്ങളിൽ ചിലപ്പോൾ ഓരോ ശ്ലോകത്തിലും 2 സ്ട്രക്ചേഴ്സും 3 സ്ട്രക്ചേഴ്സും ഒക്കെ വെച്ച് അപ്പോൾ ഒരു 100-ലധികം സ്ട്രക്ചറിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഈ ഒരൊറ്റ സ്ട്രക്ചറിൽ പറഞ്ഞത്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നമ്മൾ അതിൻ്റെ മെത്തഡോളജി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പം മെത്തഡോളജിക്കലായിട്ട് നോക്കുമ്പോഴാണ് നമ്മൾ എന്താണ് സദാത്മകത, ചിതാത്മകത, ആനന്ദാത്മകത എന്നൊക്കെ പറയുന്നത്. ആ മെത്തഡോളജിയിൽ വരുന്നതാണ് എന്ത്? ഓണ്ടോളജി, എപ്പിസ്റ്റമോളജി, ആക്സിയോളജി. അങ്ങനെ വരുമ്പോൾ ദശനമാലയുടെ അധ്യാരോപം, അപവാദം, അസത്യം എന്നിവ ഓണ്ടോളജിക്കലായിട്ട് വരുന്നു. അത് ബ്രഹ്മവിദ്യാപഞ്ചകത്തിൻ്റെ 1ാമത്തെ ശ്ലോകത്തിലല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒരു തെറ്റ് വന്നിരിക്കുന്നതാണ്. ബ്രഹ്മവിദ്യാപഞ്ചകത്തിൻ്റെ 3ാമത്തെ ശ്ലോകത്തിലാണ് അത് വരുന്നത്. പിന്നെ ചിതാത്മകത, മായ, ഭാനം, കർമ്മം, ജ്ഞാനം എന്നിവ ബ്രഹ്മവിദ്യാപഞ്ചകത്തിൻ്റെ 4ാമത്തെ ശ്ലോകത്തിലും, ആനന്ദാത്മകത, ഭക്തി, യോഗം, നിർവ്വാണം അത് ബ്രഹ്മവിദ്യാപഞ്ചകത്തിൻ്റെ 5ാമത്തെ ശ്ലോകത്തിലും. അപ്പോൾ ഇതൊരു മെത്തഡോളജിക്കലായിട്ട് നോക്കുമ്പോഴാണ് നമ്മളിങ്ങനെ കാണുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇനി നമുക്ക് ദർശനമാലയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ ഓരോരോ വേഴ്സിൻ്റെയും സ്ട്രക്ചേഴ്സ് വെച്ച് കൂടുതൽ പഠിക്കാം. അപ്പോൾ അതുവരെ നമസ്കാരം.